നവകേരള സദസ്സിന്റെ പര്യടനം നാളെ പൂർത്തിയാവും. 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള നവകേരള സദസ്സിന്റെ യാത്ര പൂർത്തിയാക്കുമ്പോൾ കേരളം ഒറ്റ ശബ്ദത്തിൽ ചോദിക്കുന്നു, ഈ സദസ്സ് ലക്ഷ്യം കണ്ടോ, അതോ ഒരു പ്രചരണ യാത്രയായി തീരുന്നോ? സംഘർഷമാണോ സദസ്സിന്റെ ഒടുവിൽ ബാക്കി അവശേഷിക്കുന്നത്? കേരളം മുഴുവൻ ഒരു കലാപബാധിത പ്രദേശമായി മാറുകയാണോ? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ഇടമില്ലേ നവകേരളത്തിൽ എന്ന ചോദ്യവും ബാക്കിയാക്കിക്കൊണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും ജനസഭ ചോദിക്കുന്നു, നവകേരള സദസ്സ് ലക്ഷ്യം കണ്ടോ? സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ റോഷിപാൽ, ഒപ്പം മുബഷീർ, പി ആർ പ്രവീണ, അർജുൻ മട്ടന്നൂർ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ. അതിനുശേഷം അതിഥികളുണ്ട്. നമുക്കൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫ് തിരുവനന്തപുരത്ത് യൂത്ത് സെന്ററിൽ നിന്ന് ചേരും. ഒപ്പം എസ് സുരേഷ് BJP തിരുവനന്തപുരം ജില്ലാ നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം മറ്റ് പ്രതിനിധികളെ നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം നമ്മൾ റിപ്പോർട്ടർമാരിലേക്ക് പോകുന്നു. ഇന്ന് കണ്ട കാഴ്ചകൾ എന്താണ്? പി ആർ പ്രവീണ, ക്ലൈമാക്സ് സംഘർഷഭരിതമാകാൻ പോകുന്ന സൂചനയാണോ നമ്മൾ കാണുന്നത്? KPCC പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വന്നിരുന്നു. നാളെയാണ് DGP ഓഫീസിലേക്കുള്ള മാർച്ചിലാണ് നവകേരള സദസ്സിന്റെ മറുപടി നൽകുക എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കൊടുത്താൽ തിരിച്ചു കിട്ടും എന്നുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. കൊല്ലത്ത് കയറിയത് മുതൽ നമ്മൾ ഇത് കണ്ടു. തിരുവനന്തപുരത്ത് നിന്ന് വ്യാപക പ്രതിഷേധം. അതിനിടയിലാണ് കാട്ടാക്കടയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വാഹനം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ കയറിയിറങ്ങുന്ന സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ കണങ്കാലിലെ എല്ലുകൾ 3 എല്ലുകൾ പൊട്ടി. അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാണ്. അത് കാലിലൂടെ കയറിയിറങ്ങുകയായിരുന്നോ അതല്ല ഡോറ് തുറന്നു വന്നപ്പോൾ കാലിലടിക്കുകയായിരുന്നോ? അതായത് ഡോറ് തുറക്കുകയും കാറ് വീല് കയറുകയും ചെയ്തു എന്നാണ് നമുക്ക് ആദ്യം കാണാം. കണങ്കാലിലാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, കാരണം ആ ദൃശ്യങ്ങളും അങ്ങനെയാണ്. എന്തായാലും അതിൽ വ്യക്തത വരുത്തേണ്ടത് ആ പരിക്കേറ്റ. മാത്രമല്ല ആ വശങ്ങളിൽ നിന്ന് അയാൾ ഈ റോഡിന് വരച്ചിട്ടിരിക്കുന്ന സൈഡിന് ഇപ്പുറത്താണ് നിന്നത്. വാഹനം അപ്പുറത്തേക്ക് കടന്നിട്ടില്ല, ആയിരുന്നു. മാത്രമല്ല ഈ പറഞ്ഞ പ്രതിഷേധിച്ച ആൾക്കാർ റോഡിന് നടുക്കും അപ്പുറത്തും ഒക്കെ പോയിരുന്നു. പക്ഷെ എല്ലായിടത്തും അതിനുശേഷം സംഘർഷം ഉണ്ടാകുന്നു. കാട്ടാക്കടയിൽ സംഘർഷം ഉണ്ടാകുന്നു. നെയ്യാറ്റിൻകരയിൽ ഇവിടെ തന്നെ കരിങ്കൊടി കാണിക്കുന്നു. അങ്ങനെ വ്യാപകമായ തോതിൽ കരിങ്കൊടി കാണിക്കലും പ്രതിഷേധവും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകര് കരിങ്കൊടി കാണിക്കുന്നവരെ നേരിടാൻ തയ്യാറായ നിരത്തുകളിലുണ്ട്. അതായത് എല്ലായിടത്തും നവകേരള സദസ്സിന്റെ ടീഷർട്ടുകൾ ഇട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണുള്ളത്. അതായത് ഒരു ഒളിയും മറയും ഇല്ലാതെ തിരിച്ചടിക്കുക, തിരിച്ചാക്രമിക്കുക, അങ്ങോട്ട് കിട്ടുക, ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ള ലെവലിലേക്ക്. ഇപ്പോ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പ്രകാരം തല്ലാണിനി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തല്ലുകൊണ്ടു ഇവിടെ തല്ലുകൊണ്ടു എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, തല്ലുമാലയാണിനി. അതെ, അതായത് സമരത്തിനിറങ്ങിയാൽ തലോടി വിടാൻ പറ്റില്ല. റോഷിപാൽ, ഇന്നിപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകര് നവകേരള സദസ്സിന് സംരക്ഷണം നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത് എങ്ങനെയാണ് ഒരു സർക്കാർ പരിപാടിക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംരക്ഷണം നൽകുന്നത് എന്ന് വസീഫ് പറയട്ടെ. പക്ഷേ ഇന്നിപ്പോൾ പാറശാല അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ച എന്താണ് റോഷിപാൽ? അരുൺകുമാർ, ഇന്ന് കാട്ടാക്കടയിലെ നവകേരള സദസ്സിന്റെ വേദിയിലാണ് ഞാൻ എത്തിയത്. ഒന്ന്, ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതിഷേധം നടന്ന ഒരു ഇടം കൂടിയാണ് കാട്ടാക്കട. കാട്ടാക്കടയിലും അരുവിക്കരക്കടുത്ത് ഒക്കെയാണ് പ്രതിഷേധം കൂടുതലായി നടന്നത്. കാട്ടാക്കടയിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ ഈ പോലീസ് വാഹനം കയറിയത്. അതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. പ്രതിഷേധിക്കുന്നതിനിടയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിരോധം തീർക്കാനായി എത്തുന്നു. പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച. അതിനിടയിലാണ് പോലീസ് വാഹനം ഈ ബസ്സിന് ഇടതുവശം ചേർന്ന് ഇവരെ തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. സ്ഥിരമായി ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. വാഹനത്തിന്റെ ഡോറ് തുറന്നു വെക്കും. അപ്പോൾ പ്രതിഷേധിക്കുന്നവർ തട്ടി താഴെ വീഴും. ഇന്ന് ഇതുവരെ നടക്കാത്ത ഒരു അപകടം ഇന്ന് സംഭവിച്ചു. ആ വണ്ടി തൊട്ടുപുറകിലുള്ള വാഹനം, പോലീസ് വാഹനം, ഈ ചെറുപ്പക്കാരന്റെ കയറിയിറങ്ങി അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി. അതെ, എല്ലുപൊട്ടി. അത്യാവശ്യം ഗുരുതരമായ പരിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ആ തരത്തിൽ ഒരു ഭാഗത്ത് പ്രതിരോധമുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പതിവ് പോലെ തന്നെ UDF-നെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് UDF പ്രതിപക്ഷം ഈ ഒരു പരിപാടി ബഹിഷ്കരിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മന്ത്രിമാരൊക്കെ വേദിയിൽ തേടുന്നത്. അത്രയേറെ ആസൂത്രണം ചെയ്ത ഒരു പരിപാടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് ഖേദകരമാണ്. പ്രതിപക്ഷ നേതാക്കൾ കൂടി ഭാഗമാകേണ്ടിയിരുന്നു. ഇതിന്റെ സംഘാടകരായി മാറേണ്ടിയിരുന്ന പരിപാടികളാണ്. അതിൽ നിന്നാണ് അവർ മാറി നിൽക്കുന്നത്. എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് കൃത്യമായ ഉത്തരം പറയാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നടക്കമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നെയ്യാറ്റിൻകരയിൽ എങ്ങനെയായിരുന്നു ആൾക്കൂട്ടം? വലിയ പ്രതിഷേധമുണ്ടായോ? സംഘർഷ നെയ്യാറ്റിൻകരയിൽ
നെയ്യാറ്റിൻകരയിൽ വളരെ പ്രൗഢിയോടെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. പങ്കാളിത്തവുമായ രീതിയിൽ നമ്മുടെ ഗസ്റ്റിനെ കൂടെ ഒന്ന് വെൽക്കം ചെയ്യാം. എസ് സുരേഷ് നമുക്കൊപ്പം കൂടി ചേരുന്നുണ്ട്. എസ് സുരേഷ്, BJP പ്രതിനിധി നമുക്കൊപ്പമുണ്ട്. വളരെ പെട്ടെന്നുള്ള ചില അടിയന്തര കാരണങ്ങളാൽ വസീഫിന് തിരുവനന്തപുരത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. IB സതീഷാണ് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് നമുക്കൊപ്പം നേരിട്ട് DYFI നേതാവ് തന്നെയാണ് വസീഫ് തിരുവനന്തപുരത്തുന്നുണ്ട്. അങ്ങേക്ക് കേൾക്കാം വസീഫിന്റെ പ്രതികരണം. ഒപ്പം നാട്ടുകാരുടെ പ്രതികരണം കൂടി നമ്മൾ എടുക്കും. നമ്മളിപ്പോൾ നെയ്യാറ്റിൻകരയിലാണ്, വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മുബഷീർ തുടരാം. നെയ്യാറ്റിൻകരയിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു പങ്കാളിത്തം നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ നവകേരള സദസ്സിനുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, തനത് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, പ്രതിശീർഷ വരുമാനം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു 2016 മുൻപുള്ള ഒരു അവസ്ഥ എന്ന് നമുക്കറിയാം. UDF സർക്കാർ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് പെൻഷൻ തുകയിൽ ഉൾപ്പെടെ കുടിശ്ശിക നിലനിന്ന ഒരു സാഹചര്യം LDF വന്നതോടുകൂടി പൂർണ്ണമായി പരിഹരിച്ച സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. എന്നാൽ തനത് വരുമാനം ഉൾപ്പെടെ വർദ്ധിച്ചൊരു സാഹചര്യത്തിലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിന് കാരണം കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനത്ത് ലഭിക്കേണ്ട കൃത്യമായ കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല, നികുതി വിഹിതം ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അത് പിടിച്ചുവെക്കുന്ന ഒരു സാഹചര്യം, സംസ്ഥാനത്തെ ഇത് വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ UDFനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചെങ്കിലും അവർ അതിന് സന്നദ്ധമായില്ല. ഈ ഒരു സാമ്പത്തിക ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാവണമെന്നൊരു മറുപടിയാണ് പ്രതിപക്ഷം നൽകിയതെന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറിയക്കുട്ടിക്ക് കോടതിയിലുണ്ടായ അനുകൂല പരാമർശത്തിനെതിരെ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണന്റെ ഒരു ഒരു വിമർശനം അതിനെതിരെ ഉണ്ടായി. UDFനും അതുപോലെ തന്നെ കോടതിക്കും 18 മാസം ഉണ്ടായിരുന്നപ്പോൾ കോടതിയെ കാണാനില്ലായിരുന്നു. അതെ, അന്ന് കോടതി ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരുന്നില്ല. UDF സർക്കാർ ബാക്കി വെച്ച കുടിശ്ശിക എല്ലാം തന്നെ തീർപ്പാക്കിയത് LDF ആണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, അർജുൻ മട്ടന്നൂർ എവിടെയാണെന്ന് പോയത്? എന്തായിരുന്നു അവിടുത്തെ ഒരു കാഴ്ച? സംഘർഷ സാധ്യതയുണ്ടായോ? ഇന്ന് ഞാൻ അരുവിക്കര മണ്ഡലത്തിലാണ് പോയത്. അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതിന് ഈ നവകേരള സദസ്സിന് ശേഷം അവിടെ ചില സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും ശ്രദ്ധിച്ചത് ഇന്നത്തെ ആദ്യത്തെ പരിപാടിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് മുൻപ് സംസാരിച്ച 3 മന്ത്രിമാരും പ്രധാനമായും സംസാരിച്ചത് ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധ സമരങ്ങളെക്കുറിച്ചും അതിനിടയിലുണ്ടായ സംഘർഷങ്ങളെക്കുറിച്ചും തന്നെയാണ്. നേരത്തെ തുടക്കത്തിലൊക്കെ തന്നെ ഇത്തരം വേദികളിൽ പ്രതിഷേധങ്ങൾ മാത്രം തള്ളിപ്പറയുകയായിരുന്ന മന്ത്രിമാർ കുറച്ചുകൂടി കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് ഇന്ന് പോയിരുന്നു. അവിടെ മന്ത്രി VN വാസവൻ, R. ബിന്ദു, അതുപോലെ തന്നെ P. പ്രസാദ് ഒക്കെയാണ് സംസാരിച്ചത്. അവരൊക്കെ തന്നെ ഈ വിഷയമാണ് സംസാരിച്ചത്. സാധാരണഗതിയിൽ ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ് പ്രധാന വിഷയമായി മറ്റു വേദികൾ ഉന്നയിച്ചത് കണ്ടത്. പക്ഷേ ഈ വേദികൾ മുഖ്യമന്ത്രി അടക്കം കാര്യമായി പറഞ്ഞതായി പ്രതിപക്ഷത്തെക്കുറിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടായിരുന്നു മന്ത്രിമാരൊക്കെ തന്നെ സംസാരിച്ചത്. അവർ പറയുന്നത്, മന്ത്രി R. ബിന്ദു പറഞ്ഞു, സാധാരണ SFI ഒരു സമരം നടത്തുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയോ നേരിട്ട് അവിടെ വന്ന് നിങ്ങൾ അടിക്കോ മുട്ടേറിയോ എന്നൊക്കെ പറയുമോ? പക്ഷെ ഇവിടെ VD സതീശൻ നേരിട്ട് നേതൃത്വം നൽകുന്നു തുടങ്ങിയ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പ്രധാനമായും ഇവരുടെ വിമർശനങ്ങളൊക്കെ തന്നെ വന്നത്. മറ്റ് വിഷയങ്ങൾ മറ്റ് വേദികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ പരാമർശിച്ചതെന്നത് ശ്രദ്ധേയമാണ്. നമുക്കിപ്പം വസീഫ് കൂടി ചേരുന്നുണ്ട്, DYFI നേതാവ്. ഞാൻ വസീഫിൽ പോയതിനു ശേഷം അഡ്വക്കേറ്റ് സുരേഷിലേക്ക് വരാം. വസീഫ്, നവകേരള സദസ്സ് തുടങ്ങിയത് ഒരു ഒരു നവകേരളത്തെ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. നാളെ ഈ നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തെരുവിൽ യുദ്ധമാണ്. ഒരു കലാപവും യുദ്ധസമാനമായ സംഘർഷാവസ്ഥയുമാണോ തെരുവിൽ നവകേരള സദസ്സ് ബാക്കി വയ്ക്കുന്നത് എന്നതാണ് ചോദ്യം. വസീഫ്. ഞാൻ ആദ്യം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുണിനെ, പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എല്ലാ മണ്ഡലത്തിലൂടെയും സഞ്ചരിച്ച് അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു, സ്വരൂപിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്ത ഒരു രീതിയുണ്ടല്ലോ, അത് മാതൃകാപരമാണ്. അതൊരു ക്രിയേറ്റീവ് മീഡിയ പ്രവർത്തനമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഈ ഒരു സമയത്തും ഇതിനെക്കുറിച്ച് പറയേണ്ടത്. കാരണം നിങ്ങൾ ഒരു 140 മണ്ഡലത്തിലും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഏറെക്കുറെ അവിടെയൊക്കെ എത്തി. ആ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ്. ഒരു മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഒരു ആഘോഷപൂർവ്വം ഗവൺമെൻറ്റിനെ അങ്ങ് സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം വലിയ പ്രയാസത്തിലാണ്, അവർ അസ്വസ്ഥരാണ്. ഈ ജനങ്ങളോട് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമൊക്കെ ഈ ഭരണ നേട്ടങ്ങളും അതുപോലെ തന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ
നമ്മുടെ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇവർ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കലാപാഹ്വാനവുമായിട്ട് വരുന്നത്. അസ്വസ്ഥതയാണ് പ്രതിപക്ഷത്തിന്, വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത അസൂയ, ഇതൊക്കെ ചേർന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിന് കിട്ടി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പോസിറ്റീവായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? ഏത് സമയത്തും ആരെയും അപമാനിക്കാനും ആരെയും ആക്ഷേപിക്കാനും മാത്രം തുനിയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഒട്ടും നിലവാരമില്ല എന്ന് തന്നെയാണ് ഈ ജനം വിലയിരുത്തുന്നത്. ഒന്നിനെയും സഹിഷ്ണുതയോടുകൂടി കാണുന്നില്ല, ദീർഘവീക്ഷണത്തോടു കൂടി കാണുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ UDF പ്രതിനിധി സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ, നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. ഈ കേന്ദ്ര സംഭവങ്ങൾ കല്യാശ്ശേരിയിലെ ഇരിയപുരത്തെ ആക്രമണത്തോടു കൂടിയാണ് സംഘർഷാവസ്ഥയിലേക്ക് നവകേരള സദസ്സ് മാറുന്നത്. മഞ്ചേശ്വരത്ത് വരുമ്പോഴോ കാസർഗോഡ് വരുമ്പോഴോ ഉദുമയിൽ വരുമ്പോഴോ ഇല്ലാതിരുന്ന ഒരു സംഘർഷ സാധ്യത ഉടലെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ ദൗത്യം വരുന്നതോടു കൂടിയാണ്. ഇന്നിപ്പോൾ കൊല്ലത്ത് തിരിച്ചടി കിട്ടി. അതിനുശേഷം ഓരോ ഇടങ്ങളിലെ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐയും പോലീസിനെയും നേരിടാൻ വേണ്ടി തെരുവിലിറങ്ങുന്നു. KSU പ്രവർത്തകർ ഇറങ്ങുന്നു, ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്നു. അവരൊക്കെ ഇപ്പോൾ പ്രതിരോധിക്കാൻ അവരുടെ മുന്നിൽ പറയാനൊരു കാരണമുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന ജീവൻ രക്ഷാ ദൗത്യത്തെ പ്രതിരോധിക്കുക എന്നത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് അടിയേൽക്കാൻ പാടില്ല, അതുകൊണ്ട് കയ്യിൽ പട്ടികകൾ കരുതുന്നു എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ കല്യാശ്ശേരിയിലുള്ള ആ മോഡലിനെ മുഖ്യമന്ത്രി അന്ന് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു വടി ഈ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നോ? അല്ല അരുണേ, നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ വിമാനത്തിൽ കയറി അക്രമത്തിന് നേതൃത്വം കൊടുത്തവരല്ലേ ഇവർ. ആ വിമാനത്തിൽ കയറി അക്രമത്തിന് നേതൃത്വം കൊടുത്ത സമയത്തും കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പോരാട്ടമായിട്ട് അവർ കണ്ടത്. വിമാനത്തിൽ കയറി മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ ബോധപൂർവമായി ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസും അതിന് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അതിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരാ കേരളത്തിലെ ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ. ഇവിടെ കേരളത്തിൽ തന്നെയല്ലേ, ഈ കുറച്ച് വർഷങ്ങളല്ലേ ആയുള്ളൂ ഞങ്ങളുടെ പ്രിയങ്കരനായ SFI നേതാവ് ധീരജിനെ ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. മുഖ്യമന്ത്രി അപായപ്പെടുത്തുമെന്നുള്ള ഭയം എങ്ങനെയാണ്? ഇന്നൊരു മറ്റൊരു ചാനലിലെ പ്രവർത്തകയ്ക്കെതിരെ നിങ്ങൾ കേസെടുത്തു. ഷൂ എറിഞ്ഞതിന് പേരിൽ വധശ്രമത്തിനുള്ള കേസാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ നിങ്ങൾ എടുത്തിരിക്കുന്നത്. എങ്ങനെയാണത് സാധ്യമാവുക? ഇത് കേരളം കാണുന്നുണ്ട് സാർ. അതുകൊണ്ടാണ് ഷൂ എറിഞ്ഞാൽ അത് വധശ്രമത്തിന് 308 ഇടേണ്ടതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നത്. ഷൂ എറിയുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ലെങ്കിൽ പോലും. അല്ല അരുണ്, ഞാൻ ഒന്ന് പറഞ്ഞു മുഴുവനാക്കട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതിന്റെ നേതൃത്വം ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഠാരയുമായിട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? കൊലപ്പെടുത്തി. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന SFIക്കാരനായിട്ടുള്ള മിടുക്കനായ വിദ്യാർത്ഥിയെ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ എന്താ പറഞ്ഞത്? എരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നാ. കേരളം കണ്ടതല്ലേ. ഞങ്ങൾ ക്ഷമിച്ചില്ല അരുണ. ഈ കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ 2 പ്രിയപ്പെട്ട സഖാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയില്ലേ കോൺഗ്രസ്? ഞങ്ങൾ ക്ഷമിച്ചില്ലേ അരുണെ? എവിടെയെങ്കിലും തിരിച്ചടിക്ക് DYFI മെനക്കെട്ടോ? DYFI ആഹ്വാനം ചെയ്തോ? ഞങ്ങൾ എവിടെയും ആഹ്വാനം ചെയ്തില്ല. എന്നിട്ടും ഇവർ ഈ തിരുവനന്തപുരത്ത് ചെയ്തതെന്താ? ഇവരുടെ ഒരു സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ അക്രമം നടന്നു. നേരത്തെ ശെൽവരാജിന്റെ വീടിന് തീയിട്ടു എന്ന് പറയുന്നത് പോലെ ഇവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ മകനെ കൊണ്ട് അക്രമം നടത്തിയിട്ട് ഇത് DYFIയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്. ഇവരെന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഇവർ ക്രിമിനലുകളുടെ കൂട്ടമാണ്. ഈ ക്രിമിനലുകളുടെ കൂട്ടം ഒരാഹ്വാനവുമില്ലാതെ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച്, പിന്നെ എറണാകുളത്ത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് കയറുന്നതിന് മുമ്പ് ഷൂ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറയാ ഇനി മുതൽ ഞങ്ങൾ ഷൂ എറിയുകയാണ്. നേരത്തെ കരിങ്കൊടി കാണിച്ചതിന് ശേഷം ഇവർ പറഞ്ഞു ഇനി ഞങ്ങൾ കരിങ്കൊടി കാണിക്കുകയാണ്. ഷൂ എറിഞ്ഞതിന് ശേഷം ഇവർ പറയാണ് ഇനി ഞങ്ങളുടെ സമരം ഷൂ എറിയൽ സമരമാണ്. നാളെ ഇവര് കഠാരയുമായിട്ടാണ് സമരത്തിന് വരുന്നെങ്കിൽ പിന്നെ അവരത് ചെയ്തു കഴിഞ്ഞിട്ട് പറയും ഞങ്ങൾ ഇതാ കഠാര സമരമാണ് ഇനി നടത്താൻ പോകുന്നത്, ഞങ്ങൾ കല്ല് സമരമാണ് നടത്താൻ പോകുന്നത്. അതാണല്ലോ ഇപ്പൊ സതീശൻ പറഞ്ഞത്. വോളണ്ടിയർമാർ ഈ പ്രവർത്തകരെ നേരിടാനുള്ള നിയമപരമായ അവകാശം എന്താണ്? അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് കേരളത്തിലെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ നേരിടാൻ? അതാണ് കേരളം ചോദിക്കുന്ന ചോദ്യം. ഒരിക്കലുള്ള അരുണെ ഈ സമയത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പരിപാടി സ്ഥലത്തേക്ക്
ഏതെങ്കിലും ആളുകൾ ആയുധമായിട്ടോ ആയുധമില്ലാതെയോ കാഴ്ചയിൽ ആയുധമില്ല കരിങ്കൊടി മാത്രമായിട്ട് കയറി വരുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രവർത്തകർ അവിടെ ഉണ്ടെങ്കിൽ ഈ അരുണിനെയും ഈ പറയുന്ന റിപ്പോർട്ടർ സംഘത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളുടെ സഖാക്കൾ മുന്നിലുണ്ടാകും. അത് ഞങ്ങളുടെ രീതിയാ. ഞങ്ങൾ അങ്ങനെ ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷെ അരുണെ എവിടെയും ഞാനും പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളൊക്കെ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തതാണ്, എവിടെയും ബോധപൂർവമായി ഒരു ആക്രമണത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കരുത്. ഇപ്പൊ തന്നെ ഇവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും സാക്ഷാൽ VD സതീശനും ഒക്കെ തെരുവിലിരുന്ന് വെല്ലുവിളിച്ചിട്ട്, നേരത്തെ ധീരജിനെ കൊലപ്പെടുത്തിയിട്ടും വെല്ലുവിളിച്ച് പ്രകോപനത്തിന് നേതൃത്വം കൊടുത്തിട്ട് എവിടെയെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചു നിന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരടി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. കേരളത്തിലെ ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചോണ്ടാ. പക്ഷെ നിങ്ങൾ കരുതേണ്ടത് ഈ പട്ടികയുമായിട്ട് വരുന്നവർ അഡ്വക്കേറ്റ് സുരേഷിന് ചോദ്യങ്ങളുണ്ട് താങ്കളോട്. ഒപ്പം അഡ്വക്കേറ്റ് സുരേഷ്, ഇപ്പോൾ നാളെ നവകേരള സദസ്സ് സമാപിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നവകേരള സദസ്സിലേക്ക് ആളൊഴുകുന്നത് കണ്ടിട്ട് പ്രതിപക്ഷത്തിന് ഹാലിളകുന്നു, BJPക്ക് ഹാലിളകുന്നു, കേന്ദ്രത്തെ വിമർശിക്കുന്നത് UDF-ന് പിടിക്കുന്നില്ല. UDF-ഉം BJPയും ചേർന്നുകൊണ്ടുള്ള ഈ പ്രതിഷേധ നാടകമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നതാണ്. അപ്പോൾ തല്ല് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ല് കൊടുക്കും, തല്ല് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തല്ലുകൊള്ളുന്നതിൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് MV ഗോവിന്ദ മാഷ് പറയുന്നു. നാളെ നവകേരള സദസ്സ് കഴിയുമ്പോൾ എന്താണ് ബാക്കി വയ്ക്കുന്നത്? ഒരു തുടർ ഭരണത്തിനുള്ള വലിയ ഊർജം കിട്ടുകയാണോ സർക്കാരിന്, അതല്ല മുഖപട ചടി കിട്ടുകയാണോ? ശ്രീ അരുൺ, ഇത് കേരളത്തിലെ ജനത ഇന്ന് ചങ്കിടിപ്പോടുകൂടിയാണ് പിണറായി വിജയന്റെ യാത്ര നോക്കിക്കാണുന്നത്. പിണറായി വിജയന്റെ ആ ദുരന്ത യാത്ര കടന്നു വരുന്ന വഴികളിലൊക്കെ അമ്മമാരും വയസ്സായ ആൾക്കാരുമൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ റോഡിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇന്ന് കോളേജിൽ പോണ്ട, സ്കൂളിൽ പോണ്ട, കാരണം ആ നരാധമന്റെ യാത്ര വരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നരാധമൻ നയിക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തിന്റെ യാത്രയാണ് കഴിഞ്ഞ കാസർഗോഡ് നിന്ന് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കും. ഒന്നാമത്തെ 1969 രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവം തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പിണറായി വിജയനെ വെറുതെ വിട്ടതല്ലോ. പിണറായി വിജയൻ നയിക്കുന്ന ആ യാത്രയെ മാത്രമല്ല, അല്ലല്ല ഡോക്ടർ അരുൺ, ഞാൻ പന്നിന്നൊന്നും വിളിച്ചില്ലല്ലോ, അല്ലല്ല ഗവർണറെ പന്നി എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് വിഷമമുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, അല്ല എനിക്ക് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തോട്ടെ, താങ്കൾക്ക് എന്താ പ്രശ്നം? ചാനലിൽ ഇവിടെ മനുഷ്യനെ തെരുവിലിട്ട് അടിക്കുന്നതിന് പരസ്യമായിട്ട് നേതൃത്വം കൊടുക്കുകയും അതിന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ അടിക്കുന്നവനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പിണറായി വിജയനെ ഒരു നരാധമനെന്നല്ലാതെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 100-ലേറെ പാവപ്പെട്ടവരെ അരുങ്കൊല ചെയ്ത ഒരു കേരളമാണിത്. ഈ കേരളത്തിൽ അതേ രീതിയിലുള്ള പ്രവൃത്തിയുമായിട്ട് ഒരു മുഖ്യമന്ത്രി നയിക്കുന്ന യാത്ര നടത്തിക്കുമ്പോൾ ലോകത്തെവിടെയെങ്കിലും കേട്ട് കഴിയുണ്ടോ? സ്റ്റാലിൻ യാത്ര നടത്തിയാൽ പോലും ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടാവില്ലായിരുന്നു സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. സ്റ്റാലിനേക്കാൾ, അതോടൊപ്പം തന്നെ മാവോ സേതുങ്ങിനേക്കാൾ ഭീകരവാദിയെ പോലെ ഇങ്ങനെ യാത്ര നടത്തുന്ന പിണറായി വിജയൻ കേരളത്തിൽ കടന്നുപോയ പാതയിൽ മുഴുവൻ തന്നെ രക്തം ചിന്തിയാണ് വന്നിരിക്കുന്നത്. ഒരു സമാധാനത്തിന്റെയോ ഐശ്വര്യത്തിന്റെയോ വികസനത്തിന്റെയോ സന്ദേശം പിണറായി വിജയന് കേരളത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുരന്തമാണ് ഇന്ന് തിരുവനന്തപുരത്തെത്തുമ്പോൾ നമ്മൾ കാണുന്നത്. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യാത്ര ഇന്ന് ഇവിടെ വന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, നാളെ ഇവിടെ വന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാരാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത്. കാരണം ഈ അടിയും ആക്രമവും ഒന്നും അവസാനിക്കുമല്ലോ. പാവപ്പെട്ട യുവാക്കൾ വഴിയിൽ കിടന്ന് തലയിൽ പൂച്ചട്ടി കൊണ്ട് ഇടിക്കപ്പെടുന്നതും വികലാംഗനെ തൂക്കിയെടുത്താൽ തറയിലടിക്കുന്നതും ചവിട്ടുന്നതും ഒക്കെ കാണുന്നുണ്ടല്ലോ ഇനി ടിവിയിൽ. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ TV തുറന്നാൽ പല പരിപാടികളിലൂടെ നിരന്തരമായി ക്രിമിനൽ വൽക്കരണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുളകുപൊടി നിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ല? അല്ല, അതിലൂടെ ഒരു മുഖ്യമന്ത്രി തന്നെ ക്രിമിനലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ പാവപ്പെട്ടവൻ ചെയ്യുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവും ക്രിമിനലാണല്ലോ, സംശയം എന്താ? ഇത് ഇവര് തമ്മിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രതിപക്ഷ നേതാവ് എന്തിനാ ഈ ചാട്ടമൊക്കെ ചാടുന്നത്? ഈ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും കൂടെ തെരുവിൽ കിടന്ന് യൂത്ത് കോൺഗ്രസുകാരെയും DYFIക്കാരെയും അടിപ്പിക്കുമ്പോഴല്ലേ തൊട്ടടുത്ത മെനിഞ്ഞാന്ന് ഈ യെച്ചൂരി ഇരുന്നിട്ട് ഗാർഗയെ നേതാവാക്കിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയത്? ഈ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും കൂടെ തീരുമാനിച്ചാൽ ഈ DYFIക്കാരനെ തെരുവിലിറക്കി അടിക്കണോ? യൂത്ത് കോൺഗ്രസിന് അടി വാങ്ങിച്ചു കൊടുക്കണോ? ഇവർക്ക് ഒറ്റ ഫോൺ വിളിയിൽ തീർക്കാവുന്ന വിഷയമല്ലേ ഉള്ളൂ.
ഇതൊക്കെ കാപട്യമാണ്. ഈ വി ഡി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. സതീശനും പിണറായി വിജയനും ഗോവിന്ദൻ മാഷുമൊക്കെ ഈ കേരളത്തിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരെ വഞ്ചിക്കാനും പറ്റിക്കാനും ചതിക്കാനും വേണ്ടിയുള്ള നാടകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള നാടകമാണ് എന്നാണ്. ഇതിന്റെ ഇരകളായിട്ട് കുറെ ഡിഫിക്കാരും കുറെ യൂത്ത് കോൺഗ്രസ്സുകാരും മാറുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ഒരു ജനകീയ സർക്കാർ ജനങ്ങളോടൊപ്പം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പോലീസിന്റെ 2500 പോലീസിന്റെ വലയത്തിനകത്ത് ഞാൻ ഇരട്ടച്ചങ്കനാണെന്ന് പ്രഖ്യാപിച്ച് നടന്ന് ഇന്ന് ഒന്നുമില്ലാന്നും പോലീസ് ഇല്ലാതെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന ഭീരുവിനെ പോലെ സഞ്ചരിക്കുന്ന ഭീരുവായിട്ട് കണ്ണാടിക്കൂട്ടിൽ വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്നത് പോലെയാണ് 21 മന്ത്രിമാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ സ്വഭാവം തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെരുവിൽ കാണിക്കുന്നത്, അവരുടെ സഖാക്കന്മാർ കാണിക്കുന്നത്. ഇങ്ങനെ ഈ ഭീകര വന്യജീവികൾ വരുന്നത് പോലെ മന്ത്രിസഭ വരുമ്പോൾ ഇവിടത്തെ ഗവർണർ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ അദ്ദേഹത്തിന്റെ സ്വഭാവവും നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, പന്നികളെ പോലെയുള്ള സ്വഭാവമുള്ള ആളാണെന്ന് നിങ്ങളെ പോലെയുള്ളവർ. ഗവർണറെ അങ്ങനെ അധിക്ഷേപിച്ച ആളാണല്ലോ. അപ്പോ അങ്ങ് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഗവർണർക്കെതിരെ സുരേഷ് അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ഇനി ആരിഫ് മുഹമ്മദ് ഖാനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്റെ ചെലവിൽ പുള്ളി അങ്ങനെ വിളിക്കണ്ട. ബർനാഡ് ഷാ വിളിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനെയാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ഈ സംവാദം അവസാനിപ്പിക്കും. ഇത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് കണ്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ്? നിങ്ങൾ അദ്ദേഹത്തിന്റെ ഞാനല്ല പറഞ്ഞത് ഞാനല്ല അഡ്വക്കേറ്റ് സുരേഷ്. ഇപ്പോഴാ സുരേഷ് അദ്ദേഹത്തിന്റെ മതം തിരയുന്നു. ഇപ്പൊ സുരേഷ് അതുകൊണ്ടല്ലേ നിങ്ങൾ ബർനാഡ് ഷാ പറഞ്ഞൊരു വാചകത്തെ നിങ്ങൾ എങ്ങനെയാണ് മതവുമായി ബർനാഡ് ഷാ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചാണോ സാർ? ബർനാഡ് ഷാ പറഞ്ഞത് മുസ്ലിങ്ങൾ ആ കോൺടെക്സ്റ്റിലാണ്. ശശി തരൂർ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണോ? കലാപം നടത്തുന്ന അത് ഗവർണർ തെറ്റ് ചെയ്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റ് ചെയ്താലും പ്രതിപക്ഷം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കും. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരും. ഈ കേരളം ഏത് വാചകമാണ് ഞാൻ കേരള ഗവർണറെ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയാൻ താങ്കൾക്കുള്ളത്? ആ വാചകം പറയൂ. ബർനാഡ് ഷാ പറഞ്ഞതുപോലെ അതെ, അതാണ് ബർനാഡ് ഷായുടെ വാചകം. ബർനാഡ് ഷായുടെ വാചകമല്ലേ? അതെങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള വാചകമായി തീരുന്നത്? അതെങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ്? കേരളത്തിന്റെ ഗവർണറെ അങ്ങനെയാണോ സുരേഷ്? ഒരു മുസ്ലിം ആയിട്ടുള്ള മതത്തിലേക്ക് പോകുന്ന എന്തിനാണ്? ബർനാഡ് ഷാ പന്നി ബിജെപി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഗവർണറുടെ മതം തേടി പോവുകയാണ്. എങ്ങനെയാ മതമാവുക? ബർനാഡ് ഷാ മതപരമായിട്ടാണോ വിളിച്ചത്? ഗോമൂത്രം എന്ന് പറഞ്ഞ് പശു അല്ല പറഞ്ഞത് സാർ. ബർനാഡ് ഷാ പന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ബർനാഡ് ഷാ പറയുന്നത് പോലെ ബർനാഡ് ഷാ ഇത് അത്യന്തം ഖേദകരമാണെന്ന് മാത്രമല്ല ഗവർണറുടെ മതം തിരയുന്നത് വളരെ വളരെ മോശമാണ്. അല്ലല്ല, ചാനൽ വിടൂ. ഗവർണറുടെ മതം തിരിഞ്ഞു പോകുന്നത് അത്യന്തം ബാലിശമാണ്. നിങ്ങൾ ഇതിലേക്ക് വരൂ, നിങ്ങൾ നവകേരളത്തിലേക്ക് വരൂ. എനിക്ക് സമയമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് അത്യന്തം അപലപനീയമാണ്. അഡ്വക്കേറ്റ് സുരേഷ് ആണോ ബർനാഡ് ഷാ മതത്തിന്റെ പേരിലാണോ പറഞ്ഞത്? ഒറ്റ വാചകമേ ഉള്ളൂ. ശരി, അഡ്വക്കേറ്റ് ബർനാഡ് ഷാ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചാണോ? അത് നിങ്ങൾ പറഞ്ഞത് അതാണെന്നേ. ഞാൻ അഡ്വക്കേറ്റ് ബർനാഡ് ഷാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എങ്ങനെയാവും സാർ? അനവസരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരാളുമായി തർക്കിക്കുമ്പോൾ അയാളെ കുറിച്ച് പറഞ്ഞ വാചകമാണത്. നോക്കൂ, നിങ്ങൾ അഡ്വക്കേറ്റ് ബർനാഡ് ഷായ്ക്ക് അതൊക്കെ നിങ്ങൾ എതിർത്തോളൂ, അതൊക്കെ നിങ്ങളുടെ അവകാശം. ബർനാഡ് ഷായെ കോട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ല. ബർനാഡ് ഷായെ കോട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള അവകാശം ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. ഒരു നിമിഷം സാർ, പക്ഷെ ഞാൻ
മതം തിരയില്ല. പക്ഷെ ഞാൻ മതം തിരയില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ നാളെ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും നാടകമാണ് എന്നതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടത് വസീഫും ഒപ്പം CPM-ന്റെ പ്രതിനിധിയുമാണ്. നമുക്കൊപ്പം DCC ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് ഫ്രാങ്ക്ലിൻ കൂടി ചേരുന്നു. ജോസ് ഫ്രാങ്ക്ലിൻ, നവകേരള സദസ്സ് നാളെ അവസാനിക്കാൻ പോകുന്നു. KPCC പ്രസിഡന്റ് ഈ നവകേരള സദസ്സിന്റെ മറുപടി നാളെ DGP മാർച്ചിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. ലക്ഷ്യം കണ്ടോ നവകേരള സദസ്സ്? അരുൺ, കേരളം ഒട്ടനവധി സമരയാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ്. ദണ്ഡിയാത്ര ഇന്ത്യ മഹാരാജ്യം വളരെയേറെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഒരു യാത്രയാണ്. ഇവിടെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയും സദസ്സും പൊതുസമൂഹം അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന കാഴ്ചയാണ് ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കൂട്ടത്തിൽ കൂടുന്നുണ്ട്. ആൾക്കൂട്ടം കൂടുന്നത് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആൾക്കൂട്ടത്തെ കൊണ്ടെത്തിക്കുകയാണ്. നിങ്ങളുടെ കുറ്റവിചാരണ സദസ്സിൽ ആൾക്കൂട്ടമില്ല. ഞാനൊരു കുറ്റവിചാരണ സദസ്സിന് ആൾക്കൂട്ടം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. കോടതി വരെ ഇടപെടേണ്ടി വന്നു. കൊച്ചു കുട്ടികളെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വരെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി വർക്കർമാർ, ആശാ വർക്കർമാർ തുടങ്ങി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥർ, സ്കൂൾ അധികൃതർ എന്നു തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിർബന്ധപൂർവം കൊണ്ടെത്തിച്ചുകൊണ്ടുള്ള ആൾക്കൂട്ടമാണ് ഒരു മണ്ഡലത്തിൽ 10,000 ഒക്കെ ആവൂ നവകേരള യാത്ര. 10,000 ഉള്ള ഒരു നവകേരള 10,000-ത്തിലെത്തിയ ഒരു നവകേരള സദസ്സും കേരളത്തിലെ ഒരു ജനങ്ങളും കണ്ടിട്ടില്ല. അയ്യോ, ഒക്കെ ഉണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ 10,000-ത്തിനപ്പുറത്തേക്കുള്ളതുണ്ട്. 15,000, 20,000 വരെ അടുത്ത നവകേരള സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോ ഒരു ഭംഗിക്ക് വേണ്ടി ഭംഗി വാക്കിന് വേണ്ടി നമുക്ക് പറയാം എന്നുണ്ടെങ്കിലും നെയ്യാറ്റിൻകരയിലെ നവകേരള സദസ്സിന്റെ വേദി എത്ര ആളുകൾക്ക് ഇരിക്കാവുന്നതാണ്? എത്ര ആളുകൾക്ക് ഇരിക്കാവുന്നത്? 5,000 ആണോ? 5,000 ആണ്. ആണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നെയ്യാറ്റിൻകരയിൽ അത്രേ ഉള്ളൂ. ആണ്. 5,000-ഓളം എത്തിയിട്ടുണ്ട്. 5,000-ഓളം ഈ കുറ്റവിചാരണ സദസ്സിൽ 1,000-ഓളം ആൾക്കാർ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? കുറ്റവിചാരണ സദസ് 2 ദിവസങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര നടന്നു. 2,000-ഓളം ആള് പങ്കെടുത്തു. അപ്പൊ 5,000 പങ്കെടുക്കുന്ന നവകേരള സദസ്സും 2,000 പങ്കെടുക്കുന്ന കുറ്റവിചാരണ ഇല്ല, സദസ്സും അത് കമ്പയർ ചെയ്യുന്നില്ലല്ലോ. ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആളുകൾ കുറ്റവിചാരണ സദസ്സിൽ വരുമെന്നാണ് ഞാൻ പറയട്ടെ. ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF സംഘടിപ്പിക്കുന്ന ജനപങ്കാളിത്തവും ഈ സർക്കാരിന്റെ മാമാങ്കം എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ സർവ്വ സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ നടത്തുന്ന പരിപാടിയും തമ്മിലാണോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? അങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത്. ഇല്ല, നവകേരള സദസ്സിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഒഴുകിയെത്തുമെന്ന് പറഞ്ഞു. ഒടുവിൽ അത് കാണാനില്ലാതായി. പിന്നീട് തെരുവിലേക്ക് സംഘർഷം വരുന്നു. എങ്ങനെ തെരുവിലേക്ക് സംഘർഷം വരുന്നു? കുറ്റവിചാരണ സദസ്സ് കഴിഞ്ഞതിനു ശേഷം അതിൽ ആൾക്കാർ വരുന്നില്ല. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് കയ്യിൽ നവകേരള സദസ്സ് ഇന്ന് നവകേരള സദസ്സിന്റെ ഓഡിറ്റോറിയത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ടൊരു പ്രതിഷേധം ഉണ്ടായത് താങ്കൾ ശ്രദ്ധിച്ചോ? പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം കേരളത്തിന്റെ മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ എണീറ്റ് പറയുകയാണ് അല്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുകയാണ് അവിടെ നിന്ന്. അങ്ങനെ സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു സംഭവം നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. വ്യക്തമായിട്ട് പറയണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നേ. അല്ല, നെയ്യാറ്റിൻകരയിലല്ല കാര്യം അല്ലല്ലോ പറയുന്നത്. ഈ വിഷയം എന്ന് പറയുന്നത് നവകേരള സദസ് ലക്ഷ്യം കണ്ടോ എന്നുള്ള വിഷയമാണ്. കേരളത്തിൽ തൊട്ട് നമുക്ക് നെയ്യാറ്റിൻകര വരെ പരിശോധിക്കാം. അവിടെ ഉണ്ടായ സംഭവമാണ് ഞാൻ അതിന് മറുപടി കൂടി ശ്രീ KK ഷിബുവിൽ എടുത്തു വരാം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവന്ന ആൾക്കൂട്ടമാണ്. അങ്ങനെ ഈ കുറ്റവിചാരണ സദസ്സ് ദുർബലമായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയല്ല. കുറ്റവിചാരണ സദസ്സ് ദുർബലമായതിനെ തുടർന്നാണ് നിങ്ങൾ സംഘർഷ വഴിയിലേക്ക് നീണ്ടുപോയത് എന്നാണ്. ഇന്നിപ്പോ നെയ്യാറ്റിൻകരയിലെ നവകേരള സദസ്സ് കഴിഞ്ഞിട്ടാ വരുന്നത്. 10,000-കണക്കിന് ആളുകൾ നെയ്യാറ്റിൻകര 5,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് ജോസ് ഫ്രാങ്ക്ലിൻ പറയുന്നത്. ജോസ് അവിടെ 8,000 കസേര തന്നെ ഇട്ടിരുന്നു. 8,000 തന്നെ ഇട്ടിരുന്നു. കസേര തന്നെ ഇട്ടിരുന്നു. കാണാൻ വേണ്ടി കഴിയും. അതിനകത്ത് ഇത് ആരെയും പറഞ്ഞതുപോലെ മറ്റു സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തില് 5 പഞ്ചായത്ത് കോൺഗ്രസാ ഭരിക്കുന്നത്.
നഗരസഭയില് 44-ൽ 26 പ്രതിപക്ഷമാണ് BJPയും കോൺഗ്രസുമാണ്. ഇന്ന് ഈ നവകേരള സദസ്സില് ആളുകൾ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടി അതിയന്നൂരിലെ UDF ഭരിക്കുന്ന പഞ്ചായത്ത് അവിടെ തൊഴിലുറപ്പ് പണിവെച്ചു. പണിവെക്കാൻ കാരണം പണിവെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഇവർക്ക് ഈ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. സദസ്സ് വരുന്നത് കൊണ്ട് പണിയില്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ല ഇന്ന് പണി വെക്കേണ്ടതില്ല. ഇടക്ക് പണി തുടർന്ന് വന്നതല്ല, ഇന്നൊരു പണി വെച്ചതാണ്. പഞ്ചായത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പണി കൊടുത്തതാണ്. പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് 10,000 ഒഴുകിയെത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോട് കേരളത്തിലെ ജനത പിന്തുണയ്ക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. വസീഫ്, നേരത്തെ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞതിന് മറുപടി കൂടി പറയണം. ഒരു വന്യമൃഗങ്ങളെ കൂട്ടിലിട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരുന്നു. അകത്തിരിക്കുന്ന ആൾക്കും വന്യതയാണ്, പുറത്ത് ഈ നവകേരള സദസ്സിനെ സംരക്ഷിക്കുന്ന DYFIക്കും വന്യതയാണ് എന്നാണ് സുരേഷ് പറഞ്ഞത്. മറുപടി. അരുണേ, എനിക്കിപ്പോൾ ഒരു സംശയം, സുരേഷ് ഇപ്പോൾ BJP വിട്ടോ എന്നാ. കാരണം BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ആരുണ്ട്? നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്. അവരൊക്കെ എന്താണ് ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്നത് എന്ന് ജനം വിലയിരുത്തിയിട്ടില്ലേ? ഇവിടെ ഒരു കർഷക സമരം ഉണ്ടായിരുന്നല്ലോ സുരേഷ് ജി, അധികം പുറകോട്ടൊന്നും പോകേണ്ട. ആ കർഷക സമരത്തെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ നരേന്ദ്രമോദി നേരിട്ടത്? നിങ്ങളുടെ ദേശീയ നേതൃത്വമായിട്ടുള്ള നിങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ വാഹനമിടിച്ച് കയറ്റിയത് മറന്നുപോയോ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ ഈ ജനാധിപത്യവാദമൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ ഈ സംപൂജ്യരായിട്ട് ഇരിക്കാൻ വിധിക്കപ്പെട്ടവരായി കേരളത്തിൽ. കാരണം നിങ്ങളുടെ ഒരു തട്ടിപ്പും ഉഡായിപ്പും കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പിൻഗാമികളാണ്, ഗുജറാത്തിന്റെ ഉപജ്ഞാതാക്കളാണ്. നിങ്ങൾ ഈ രാജ്യത്ത് മണിപ്പൂർ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഈ രാജ്യത്ത് മുസാഫർ നഗർ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഈ കേരളത്തിനകത്തും ഇതുപോലെ ഒരു വാഹനത്തിൽ മന്ത്രിമാർ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റു പല യാത്രകളെ പോലെ ഇവിടെയും വലിയ കലാപം ഉണ്ടാകണമെന്നാണ്. അത് നടക്കില്ല സുരേഷ്, അത് നടക്കില്ല. ഗുജറാത്തിലെ കലാപത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് കോടതി. അതുകൊണ്ട് ഗുജറാത്തിനെ ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രിക്ക് വന്യതയുണ്ടെന്ന് പറയുക സാധ്യമല്ല നിയമപരമായി. അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയും ഗുജറാത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ തലപ്പത്തും ഇരുന്ന ആളാണ് ഈ നരേന്ദ്രമോദി. പിണറായി വിജയൻ അങ്ങനെ ആയിരുന്നില്ല, ബോധപൂർവം മറ്റൊരു കക്ഷി പ്രതി ചേർത്തതാ. ഇപ്പൊ സഞ്ജീവ് ഭട്ട് ജയിലിലാ ഇപ്പോഴും. എന്താ കാരണം നമുക്കറിയുന്നതാ. ഈ രാജ്യത്ത് പ്രതികരിക്കുന്നവരെ എല്ലാം ഇവർ നേരിടുന്നത് എങ്ങനെയാന്ന്. ഇന്ന് രാജ്യത്തെ പാർലമെന്റിനകത്ത് പ്രതികരിച്ചവരെ സസ്പെൻഡ് ചെയ്യാ ഇവര്. എന്താ കാരണം? ആ പാർലമെന്റിനകത്തേക്ക് ബോംബുമായി കയറി വന്നു. അത്രക്കും ഈ രാജ്യം തകർന്ന് തരിപ്പണായിട്ടിരിക്കുക. ആ സമയത്താ വന്നിട്ട് വലിയ വായിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ കൊണ്ടും അമിത്ഷായെ കൊണ്ടും ഈ രാജ്യം പൊറുതിമുട്ടിയിരിക്കുക. ആ സമയത്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിൽ അഭൂതപൂർവമായ ജനമുന്നേറ്റ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടതാ, അതുപോലെ കോഴിക്കോട് കണ്ടു, മലപ്പുറത്ത് കണ്ടു, കോട്ടയത്ത് കണ്ടു. ഞാൻ കണ്ട സ്ഥലങ്ങളെ ഞാൻ പറയുന്നത്. അരുണ് കണ്ടല്ലോ, ആയിരങ്ങൾ അണിനിരക്കുക ഈ പരിപാടിയിൽ. 1000 കുടുംബസമേതം പങ്കെടുക്കുക. അവർ മുൻകൂട്ടി തീരുമാനിക്കുക. ഇനിയുമുണ്ട് സുരേഷ്. പക്ഷെ ഞങ്ങൾ മറ്റു ചിലത് കണ്ടു. മുഖ്യമന്ത്രി കാണാത്ത ഈ ആക്രമണങ്ങളുടെ രണ്ടാം പാതിയും ഞങ്ങൾ കണ്ടു. തലയടിച്ചു പൊട്ടിക്കുന്നത് കണ്ടു. പട്ടികോലുമായിട്ട് ഈ ബനിയനിട്ടിരിക്കുന്ന നവകേരള സദസ്സിന്റെ ബനിയനിട്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇവരെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. കരിയോലൊഴിക്കുന്ന കാഴ്ച കണ്ടു പലയിടങ്ങളിലും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ എവിടെയുണ്ടോ അവിടെ സംഘം ചേർന്ന് DYFI പ്രവർത്തകർ വരുന്നു. അതാണ് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചത്. ഇന്ന് ഞങ്ങള് അരുണെ ഒരു ആഹ്വാനം ചെയ്ത് ഒരു കലാപത്തിനോ ഒരു അക്രമത്തിനോ പ്രത്യാക്രമത്തിനോ ഞങ്ങൾ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. അതിന് വന്നിട്ടുമില്ല. അരുണിനും അത്യാവശ്യം DYFIയെ കുറിച്ചൊക്കെ അറിയാലോ. ഞങ്ങൾ അങ്ങനെ ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞ ജീവൻ രക്ഷാ ദൗത്യം മാതൃകാപരമാണ് എന്ന് പറഞ്ഞത് ആഹ്വാനമല്ലേ വസീഫെ? അങ്ങനെ മുഖ്യമന്ത്രി പറയാതിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാകുമോ? അരുണെ, ഞാനൊന്നുകൂടി പറഞ്ഞോട്ടെ അരുണെ. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണെ. ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളവും അതൊരു അഭിമാനമായി കാണുന്ന പ്രവർത്തന. ആ പ്രവർത്തനത്തിന് പോലും ആളെ കിട്ടാഞ്ഞിട്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയവർക്ക് എവിടെയാ സമരത്തിനാള്? എവിടെയാ ഇവർക്ക് ആളെ കിട്ടുക? എന്നിട്ട് അവര് ഞങ്ങളെ വെല്ലുവിളിക്കുക.
ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുക. അവർക്കറിയാം ഞങ്ങൾ ഈ തെരുവിൽ ഒരു തെരുവ് യുദ്ധത്തിന് തയ്യാറല്ല. ഈ കേരളത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള്. അത് കരുതി കളിച്ച് ഇവർ മുറത്ത് കയറി കൊത്തുക. ഇവർ ഷൂ എടുത്തെറിയുന്നു, അക്രമത്തിന് വരുന്നു. ഇന്ന് വന്നത് പട്ടിക എടുത്ത വടിയായിട്ടാ. അവിടെ കാണുന്ന അവിടെ വളണ്ടിയർമാരാണ്, അല്ലാതെ അത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി വന്ന് അടിക്കുകയോ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യല്ല. നേരത്തെ ഒരു സംഘാടക സമിതി ഉണ്ടാക്കുന്നുണ്ട്, അതിൽ വോളണ്ടിയർമാരുണ്ട്. ആ സംഘാടക സമിതിയിൽ ഇവർക്കും പങ്കെടുക്കാമായിരുന്നു. ഇവർ ബഹിഷ്കരിച്ചത് കൊണ്ടാണ് ഇവരും പങ്കെടുത്ത് സംഘാടക സമിതി യോഗം. അവർക്കിതിനകത്ത് പോലീസുകാർ ചെയ്യുന്ന ജോലി ചെയ്യാൻ എന്താണ് വോളണ്ടിയർമാർക്കുടെ അധികാരം? അതാണ് എനിക്ക് ഇനി മനസ്സിലാവാത്തത്. സുരേഷിന്റെ മറുപടി കൂടി കേൾക്കാം. സുരേഷ് മറുപടി. വോളണ്ടിയർമാരാണ് യൂണിഫോം ഇട്ട്, ആ വോളണ്ടിയർമാരാണ്. അരുണെ ഒറ്റക്കാരി അരുണെ. ശ്രീ വസീഫെ, ഇന്ന് നിങ്ങൾ പറഞ്ഞു വാഹനം ഈ പറയുന്നത് ഇന്ന് നിങ്ങൾ പറഞ്ഞു വാഹനം എത്രത്തോളം സത്യത്തിന് നിരക്കാത്തതാണെന്ന്. ഈ കേരളത്തിൽ താങ്കളുടെ സംഘടന, താങ്കൾ പ്രസിഡന്റായിരിക്കുന്ന ഡിവൈഎഫ്ഐ ഇന്ന് കാട്ടാക്കടയിലും അരുവിക്കരയും കുറ്റിച്ചലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണിച്ച അക്രമത്തിലൂടെ ഈ കേരളത്തിൽ കണ്ടതാണ്. കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ പിണറായി വിജയൻ കടന്നു വന്ന പാതയിൽ എവിടെയെങ്കിലും അക്രമമുണ്ടാകാതിരുന്നിട്ടുണ്ടോ? ഇതിനൊക്കെ ഉത്തരവാദി ആരാ? എനിക്ക് നേരെ കരിങ്കൊടി ഉയർത്തുന്നവരെ ആക്രമിക്കുന്നതും അവരെ നശിപ്പിക്കുന്നതും രക്ഷാപ്രവർത്തനമാണ് എന്ന് വ്യാഖ്യാനിച്ച് സഖാക്കന്മാരെ ക്രിമിനൽ പ്രവർത്തിക്ക് നേതൃത്വം നൽകിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രേരണ നൽകിയത് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ഇത് പാടില്ല, ഇത് ഞാൻ നയിക്കുന്ന യാത്രയാണ്, ക്രിമിനലുകൾ നയിക്കുന്ന യാത്രയല്ല, ഞാൻ കേരളത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് കേരളം കേൾക്കേണ്ടത്, എന്നെ സ്വീകരിക്കുന്നതും എന്റെ സർക്കാരിന് നൽകുന്ന സ്വീകരണവുമാണ് കേരളം കാണേണ്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി കത്തിയും കഠാരയും ബോംബും അതോടൊപ്പം തന്നെ ഹെൽമറ്റും ചെടിച്ചട്ടിയുമായിട്ട് വരുന്ന ഗുണ്ടകളെയല്ല കേരളം കാണേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവരവും വിവേകവും താങ്കളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ശരി, അത് മറുപടി കൂടി കണ്ടിട്ട് വരാം. വസീഫ, അക്രമം മുഖ്യമന്ത്രി ആഹ്വാനപ്രകാരമാണ്. ഈ കരിങ്കുടി കാണിക്കുന്നവരെ കണ്ടുമ്പോൾ ഹാലിളകുന്നത് എന്ത് എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ കേരളം ചോദിക്കുന്നത്. സുരേഷ് മാത്രമല്ല. അല്ല അരുണെ, ഇപ്പോ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, കരിങ്കൊടി കാണിക്കുമെന്ന് ഇവരെവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമരത്തിന് ഇവർ തയ്യാറായിട്ടേ ഇല്ല. ആ സാഹചര്യത്തിൽ ഇവരുടെ അണികൾ, ഇവരുടെ പ്രവർത്തകർ ചില സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കുക. ഇപ്പൊ ഷൂ എറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇവരെറിയ. നാളെ ഇവരെന്താ എറിയ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവർ കടാരയുമായിട്ട് ഈ തെരുവിൽ വന്ന് ഈ മുഖ്യമന്ത്രിക്ക് ഒരു സുരക്ഷാ സംവിധാനം ഇല്ലെങ്കിൽ ഇവർ കയറി വരില്ലേ? അല്ല, നിങ്ങളിങ്ങനെ ഇടയിൽ കയറി പറയല്ലേ? അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പാർട്ടിയല്ലേ? അമിത്ഷായും നരേന്ദ്രമോദിയല്ലേ നിങ്ങളെ നയിക്കുന്നത്? അവരുടെ ഗുണം നിങ്ങൾ എത്രത്തോളം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി കേട്ടോ. അമിത്ഷായും നരേന്ദ്രമോദിയും നയിക്കുന്ന പാർട്ടിയുടെ വക്താവ് എത്രത്തോളം സമാധാനം പറയും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നല്ലാതെ ഈ എന്ത് അമിത്ഷായോട് ഇപ്പോഴും സഞ്ജീവ് ഭട്ട് ജയിലില്ല, രാജ്യത്ത് പ്രതികരിക്കുന്ന MP-മാര് തെരുവില, അവരെ പുറത്താക്കുക, അക്രമത്തിന് നേതൃത്വം കൊടുക്കുക, മണിപ്പൂരിൽ വെടിവെച്ച നിന്നിട്ടില്ല. ഇതാ നിങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയല്ലേ. നിങ്ങൾ ഈ രാജ്യത്തെ കർഷക സമരത്തോട് കാണിച്ച പ്രതികരണം എന്തായിരുന്നു? കർഷകരുടെ ദേഹത്തൂടെ വാഹനം ഓടിച്ചു കയറ്റി. അതാ നിങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടേത് അങ്ങനെയല്ല. തെരുവിൽ കിടക്കുന്നവരെയും വീട് കൊടുത്ത് 4 ലക്ഷത്തോളം വീട് കൊടുത്ത് ബിജെപിയുടെ പ്രതികരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഞാൻ വരാം വസീഫെ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ നാളെ DGP ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് നവകേരള സദസ്സിന്റെ മറുപടിയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ് നിങ്ങൾ ഊഹിക്കുന്നത്? ഒരു കലാപത്തിന്റെ ആഹ്വാനമാണോ KPCC പ്രസിഡന്റ് നടത്തുന്നത്? നിങ്ങളിലും നല്ലവരുണ്ടെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിലെ ഈ തലശ്ശേരിയിലെ ബ്രിണ്ണൻസ് കോളേജിലെ ഗുണ്ടായിസം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു സംസ്കാരമായിട്ട് മാറ്റാനാണ് പിണറായി വിജയനും കെ സുധാകരനും ശ്രമിക്കുന്നത്. ഇവിടെ ശ്രീ വി മുരളീധരൻ, കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും ബ്രിണ്ണൻസ് കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ ശ്രീ വി മുരളീധരനുള്ള സംസ്കാരം കെ സുധാകരന്റെയും പിണറായി വിജയന്റെയും സംസ്കാരമല്ല. അദ്ദേഹത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിനോടുള്ള താല്പര്യവുമാണ്.
ഇവിടെ ഗുണ്ടായുസവും പരസ്പരം കയ്യൂക്കും അതോടൊപ്പം തന്നെ പരസ്പരം ആഭാസത്തരവും ആണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് കെ സുധാകരനും പിണറായി വിജയനും കേരളത്തിൽ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ നേരത്തെ ശ്രീ വസീഫ് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു. ഇവിടെ കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ ഇന്ന് 57,000 കോടി രൂപ തരാനുണ്ട് എന്ന് MV ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. ഞാൻ വസീഫിനെ വെല്ലുവിളിക്കുന്നു, MV ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നു, സഖാവ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഈ 57,000 കോടി രൂപ ഏതൊക്കെ വകയിൽ ഏതൊക്കെ ഹെഡിൽ ഇവിടെ കിട്ടാനുണ്ട് എന്ന് ഈ കേരളത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഒന്ന്, ഇനി നിങ്ങളുടെ 3 MP-മാരുണ്ടല്ലോ ഇന്ത്യൻ പാർലമെന്റിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് രാജ്യസഭയിൽ നേതാക്കന്മാരായിട്ടുള്ള MP-മാരുണ്ടല്ലോ, ഏതെങ്കിലും MP ഇതിനെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെന്റിൽ ചോദിക്കാൻ തയ്യാറാണോ? ഇതൊന്നും തയ്യാറില്ലാതെ നിങ്ങൾ ഈ കേരളത്തിൽ വന്ന് നിങ്ങളുടെ കഴിവുകേട്, നിങ്ങൾ GST ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണറെ എന്തിനു വേണ്ടി അവിടെ സ്വീകരിച്ചത്? ഈ കള്ള പണി ചെയ്യുന്നതിന്, ഈ കാപട്യവും ഈ അക്രമവും നടത്തുന്ന നവകേരള യാത്ര എന്ന പേരിൽ അക്രമയാത്രയ്ക്ക് പണം പിരിച്ചു കൊടുത്തതിനാണ് അയാൾ ആദരിച്ചത്. അല്ലാതെ GST 8,000 അല്ല, അയാൾ ആദരിച്ചല്ലോ നവംബർ 1 ഇതിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നവംബർ 1 പരിപാടിയിൽ ആദരിച്ചെന്തിനാ? ഈ വർഷം സംസ്ഥാനത്തെ നികുതി വരുമാനം കൂടിയില്ലേ? ഡോക്ടർ അരുൺ, അത് കൂടിയത് കഴിഞ്ഞ പ്രാവശ്യം കഴിവ് കെട്ട് കിടന്നിടത്ത് നിന്ന് 23% കൂടി. കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ ഒട്ടും പിരിച്ചില്ല, ഇപ്പൊ 23% കൂടുതൽ പിരിച്ചു. അല്ലാതെ ഈ ഇന്ത്യയുടെ വരുമാനം കൂടി, ചെലവ് കുറഞ്ഞു, നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അല്ല, 48% നികുതിയെ കേരളം പിരിച്ചെടുക്കുന്നുള്ളൂ. ബാക്കി 52% ഇവിടത്തെ കുത്തകകളുടെ കയ്യിലിരിക്കുന്നു, ബാർ മുതലാളിമാരുടെ കയ്യിലിരിക്കുന്നു, കോറി മുതലാളിമാരുടെ കയ്യിലിരിക്കുന്നു, അബ്കാരികളുടെ കയ്യിലിരിക്കുന്നു, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിരിവ് കൊടുക്കുന്നവരുടെ കയ്യിലിരിക്കുന്നു. ഈ പണമൊന്നും വാങ്ങാതെ 8,000 കോടി രൂപ കേരളത്തിൽ പിരിച്ചെടുക്കാനുണ്ട്. ഈ GST എങ്ങനെയാ അബ്കാരി മുതലാളിമാരുടെ GST കേരളം പിടിച്ചെടുക്കാതിരിക്കുന്നത്? ഞാൻ നികുതി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നൊരു ഉൽപ്പന്നം നികുതി ഉൾപ്പെടെയുള്ള ഞാൻ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഈ GST നടപ്പാക്കിയിട്ട് 5 വർഷം കഴിഞ്ഞു. 2023 കേരളത്തിലെ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കപ്പെട്ടതെന്ന് താങ്കൾ മനസ്സിലാക്കണം. 5 വർഷം GST വകുപ്പ് പോലും പുനഃസംഘടിപ്പിക്കാതെ, കേരളത്തിന് അർഹതപ്പെട്ട നികുതി പിരിച്ചെടുക്കാതെ, ഈ കേരളത്തിലെ കുത്തകകളെയും മുതലാളികളെയും ബൂർഷുകളെയും ദാസന്മാരായിട്ട് മാറിയ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും അവരെ സംരക്ഷിക്കുന്ന സമീപനം ഉള്ളത് കൊണ്ടാണ് 8,000 കോടി രൂപ കേരളത്തിന് ഇന്നും പിരിച്ചെടുക്കപ്പെടാത്തത്. GSTയുടെ ഏകീകൃത സോഫ്റ്റ്വെയർ വന്നത് ഏത് വർഷമാണ്? 2017 വന്നില്ലേ? വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? 2017 വന്നു, അപ്ഡേറ്റ് ചെയ്തു. 2019 അല്ലല്ല, 2019 അപ്ഡേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ കോമ്പൻസേഷൻ നമുക്ക് നിലനിർത്തേണ്ടി വന്നത്. കേരളത്തിൽ 2023 അത് നടപ്പാക്കിയെന്ന് താങ്കൾ മനസ്സിലാക്കണം. കേരളത്തിന് മാത്രമായി ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? ഈ കേരളം അതൊരു ഏകീകൃത സോഫ്റ്റ്വെയർ ആണ്. സെയിൽസ് ടാക്സ് പോയി അവിടെ വാറ്റ് വരുന്നു, വാറ്റ് പോയി അവിടെ GST വരുന്നു. ഡോക്ടർ അരുൺ, ഇവിടെ GST എന്ന് പറയുന്ന ഘടകം പുനഃസംഘടിപ്പിക്കപ്പെട്ടത് 2023 അത് ഏകീകൃത സോഫ്റ്റ്വെയർ ഇല്ലാതെ എങ്ങനെ പുനഃസംഘടിപ്പിക്കും? 5 വർഷം ഈ കൊരങ്ങന്റെ കയ്യിൽ കിട്ടിയ കൊട്ടത്തേങ്ങ പോലെ വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു GST. ഇവിടെ പിരിച്ചെടുക്കുന്നില്ല, മുതലാളിമാരെ സംരക്ഷിച്ചുകൊണ്ട്. ഇത്രയും കഴിവ് അല്ല, ഈ കഴിവുകേടിന്റെ പര്യായമാണ് പിണറായി വിജയൻ സർക്കാർ. ടാക്സ് പിരിച്ചെടുക്കുന്നില്ല, IGST പിരിച്ചെടുക്കുന്നില്ല. മാത്രമല്ല ഇവിടെ ഇന്ന് വാസിഫ് ഇവിടെ പറയേണ്ടത്, കുറച്ചു മുമ്പ് നിങ്ങളുടെ TV ഇതിൽ കാണിച്ചല്ലോ, തൃശ്ശൂര് സപ്ലൈകോയുടെ ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടി അവരുടെ MLA എല്ലാരും കൂടെ ചെന്നു. അവിടുത്തെ ജനങ്ങൾ തടഞ്ഞു. 13 ഐറ്റം സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. സാധനം ഇല്ല. തട്ടിപ്പ്, ക്രിസ്മസ്, നവവത്സര ചന്തയാണ് തുടങ്ങിയത്. അവിടെ സാധനമില്ലാത്തതിന്റെ പേരിൽ ഉദ്ഘാടനം ചെയ്യാതെ തിരിച്ചു പോകുന്ന അവസ്ഥ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സല്യൂട്ട് അടിച്ചിരിക്കുന്നത് ഇവിടത്തെ സൂപ്പർ സ്റ്റാർ ആരാ? പിണറായി വിജയനാണോ? കേരളത്തിലെ സൂപ്പർ സ്റ്റാർ മറിയക്കുട്ടിയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഗവർണറും ആണ് ഇന്ന് കേരളത്തിലെ സൂപ്പർ സ്റ്റാർ. പിണറായി വിജയൻ ഒരു ഗുണ്ടയുടെ ഇമേജിലേക്ക് തരം താണിരിക്കുന്നു ഈ DYFI കാരണം. ഞാൻ ഒരു മറുപടി ശ്രീ ഷിബുലിൽ എടുത്തിട്ട് ശ്രീ വസീഫിലേക്ക് വരാം. 1 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ഇതിനുള്ളൊരു മറുപടി. മറിയക്കുട്ടി ചേട്ടത്തിക്ക് ഇന്നിപ്പോൾ ഹൈക്കോടതി ബിഗ് സല്യൂട്ട് കൊടുത്തിരിക്കുന്നു. VIP പരിഗണിക്കണം.
ഇവർ എങ്ങനെ അതിജീവിക്കുമെന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് പറയണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മറിയക്കുട്ടി ചേട്ടത്തിയെ കൊണ്ട് ഈ സർക്കാരിനെ നേരിടുകയാണോ പ്രതിപക്ഷം? ഇവിടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇവിടെ അഡ്വക്കേറ്റ് സുരേഷ് സൂചിപ്പിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുന്നു എന്നുള്ളത്. കേന്ദ്ര സഹായം അല്ലെങ്കിൽ കേന്ദ്രം തരേണ്ടതായിട്ടുള്ള പണം തരുന്നില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള 5172 കോടി അത്രേ ഉള്ളൂ. 57,000 നമ്മളിങ്ങനെ വെറുതെ ഏഴര വർഷം കൊണ്ട് 1,07,500 കോടി. അതാണ് മുഖ്യമന്ത്രി പറയുന്ന കണക്ക്. അത് കിട്ടാനുള്ള ഒരു വിഷ്വൽ തോട്ടാണ്, അത് ആഗ്രഹ ചിന്തയാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു നിമിഷം ഒരു കാര്യം കൂടി പറഞ്ഞു. കേരളം നവോത്ഥാന കേരളത്തിൽ നിന്ന് വികസന കേരളമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുമ്പോൾ ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് കാരണക്കാർ ഓരോ ഘട്ടങ്ങളിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളാണെന്ന് വളരെ അഭിമാനത്തോട് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ 7.5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം വളരെ മാതൃകയാം വിധം ഇന്ത്യയിൽ നമ്പർ 1 കേരളം മാറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണമായ കിഫ്ബിയാണ് ഇപ്പോൾ കേന്ദ്രം തകർക്കാൻ ശ്രമിക്കുന്നത്. അതല്ലേ വാദം? അത് കറക്റ്റാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്? ജനങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി എന്നതാണ് സർക്കാർ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ പൊതുകടം എന്ന് പറയുന്നത് 5 ലക്ഷം കോടി. അത്രയൊന്നുമില്ല, 3 ലക്ഷം. 3.5 ലക്ഷമൊക്കെ കഴിഞ്ഞു. 3.5 ലക്ഷം കഴിഞ്ഞു. 3.5 ലക്ഷം കഴിഞ്ഞു. 4 ലക്ഷവും എത്തി നിൽക്കുകയാണ്. അത്രയൊന്നും എത്തിയില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ സാമ്പത്തിക നില. അവിടെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാമാങ്കം നടത്തി ഈ ഗവൺമെന്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്. ഇവിടെ 4 മാസമായി പെൻഷൻ കിട്ടുന്നില്ല. സാധാരണക്കാരന്റെ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാകുന്നില്ല. ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് തൃശ്ശൂരിൽ സപ്ലൈകോയിൽ അവിടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ സാധനങ്ങളില്ല എന്നുള്ള സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറവ്. ഇല്ല, ശബ്ദത്തിൽ ഒരേ സ്വരം യാഥാർത്ഥ്യങ്ങളുടെ നേർക്ക് നമുക്ക് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ സുരേഷ് പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഇവിടെ നമ്മുടെ VD സതീശനെ അദ്ദേഹം കൊലയാളി എന്നുള്ള നിലയിൽ സംസാരിച്ചു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJP നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ട് മടുത്തിരിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ചുമലിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും. 30 സെക്കൻഡ്സ് മറുപടി. 30 സെക്കൻഡ്സ് നേരത്തെ പറഞ്ഞതിന്റെ മറുപടി. നവകേരള സദസ്സ് യാത്ര അവസാനിക്കുമ്പോൾ ബാക്കി വയ്ക്കുന്നത് എന്താണ്? അത് ഒഴിഞ്ഞ സിവിൽ സപ്ലൈ സ്റ്റോറുകൾ മാത്രമായിരിക്കില്ലേ? 30 സെക്കൻഡ്സ് മറുപടി. ഇവിടെ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1ാമതാണ് അരുണേ. ആരോഗ്യ സൂചികയിൽ നമ്മൾ തുടർച്ചയായി 4 തവണ 1ാമതാണ്. ഈ കേരളം വികസനത്തിന്റെ പാതയിലാണ് എന്നുള്ളതിലൊരു തർക്കവുമില്ല. നമുക്ക് കിട്ടാനുള്ള പണവും നമ്മൾ പ്രതീക്ഷിക്കുന്ന പണവും എല്ലാം തടയുകയാണ്. ലോൺ എടുക്കാനുള്ള സാധ്യത പോലും തടയുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് 6.8% ലോൺ എടുക്കുന്നുണ്ട് GDP-യുടെ. എന്തേക്ക് സപ്ലൈകോ കൊടുക്ക ഈ റേഷൻ പീടികകൾ തന്നെ വേണ്ട, പൊതുവിതരണ സമ്പ്രദായങ്ങൾ വേണ്ട എന്ന് പറയുന്ന കേന്ദ്രമാണ് രാജ്യം ഭരിക്കുന്നത്. ഈ കർഷകർക്ക് ആനുകൂല്യം കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാ ഇവര്. എവിടെയാ നിങ്ങൾ കൊടുത്തത്? 742 കോടി രൂപ കർഷകർക്കുള്ളത് കൊടുക്കാൻ തന്നെ ഉണ്ട്. എന്നിട്ട് വർത്തമാനം പറയാ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നാ പറയുന്നത്. അതുകൊണ്ട് ചർച്ചയിൽ ചേർന്നതിന്
ശരി, സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനസഭ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം എത്തിയത്. നാളെ നവകേരള സദസ് അവസാനിക്കും. നവകേരള സദസ് മിച്ചം വയ്ക്കുന്നതെന്ത് എന്നതാണ് ചോദ്യം. തെരുവ് സംഘർഷമാണോ, ഒഴിഞ്ഞ സിവിൽ സപ്ലൈ സ്റ്റോറികളാണോ, അതല്ല നവകേരളത്തിന്റെ പുതിയ ബ്ലൂ പ്രിന്റ് ആണോ? കാത്തിരുന്ന് കാണാം. ജനസഭ അവസാനിക്കുന്നു. ഇനി